ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. കോട്ടയം ജില്ലയിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ ഡെലിവറി. ഇന്ന് ആകെ ഒരു ഡെലിവറിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കസ്റ്റമറുടെ വീട്ടിൽ ഡെലിവറി ചെയ്തതിന് ശേഷം എല്ലാ പ്രൊഡക്റ്റുകളുടെയും അസംബ്ലി ചെയ്യുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. മൂവാറ്റുപുഴ കഴിഞ്ഞ് നമ്മൾ കോട്ടയം ഭാഗത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒന്നാണ് പൈനാപ്പിൾ കൃഷി. അത് കൃഷി ചെയ്തിരിക്കുന്ന രീതിയും ആ സ്ഥലവും കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൽ കൂടാതെ നമ്മുടെ റോഡിൻ്റെ ഇരുവശങ്ങളിലായി റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന റബ്ബർ മരങ്ങൾക്കിടയിലൂടെയും പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള യാത്ര മനസ്സിനൊരു കുളിരാണ്. ആ കാഴ്ചകളെല്ലാം മതിവരുവോളം ആസ്വദിച്ചുകൊണ്ട് അക്ഷരനഗരി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കോട്ടയത്തേക്ക് പെട്ടെന്നാണ് ഞങ്ങളുടെ മുന്നിലേക്ക് ഈ മാങ്ങ വണ്ടി പ്രത്യക്ഷപ്പെട്ടത്. ഈ സമയത്ത് എവിടെ നിന്നാണ് മാങ്ങ എനിക്കറിഞ്ഞൂടാ. ഭായിമാരെന്നോട് ചോദിച്ചത് എവിടെ നിന്നാണ് ഈ സമയത്ത് മാങ്ങ വരുന്നത്, നല്ലതാണോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ചിലപ്പോൾ തമിഴ്നാട് മാങ്ങയായിരിക്കും എന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഈ സമയത്ത് എവിടെ നിന്നാണ് മാങ്ങ വരുന്നതെന്ന്? അങ്ങനെ ഞങ്ങൾ നിരവധി റബ്ബർ എസ്റ്റേറ്റുകളും പൈനാപ്പിൾ കൃഷിയും പാടങ്ങളും തോടുകളും പാലങ്ങളും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കാഴ്ച കണ്ടത്. അത്ര വലിയ അത്ഭുത കാഴ്ച ഒന്നുമല്ല, പക്ഷെ ഞാൻ ഈ റൂട്ടിൽ ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് കണ്ടതുകൊണ്ട് എനിക്കൊരു കൗതുകം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതാ ഇപ്പോൾ കാണാൻ പോകുന്നത് തന്നെയാണ്. പക്ഷെ അത്ര വലിയ അത്ഭുതമൊന്നും അല്ല കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു വിമാനത്തിൻ്റെ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമായി. ഒരു പുഴയുടെ മുകളിലായിട്ട് ഇങ്ങനെ കെട്ടിണ്ടാക്കി വെച്ചേക്കാണ്. അതെന്തിനാ ഏതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കണ്ടപ്പോൾ വീഡിയോയിൽ പകർത്തി അത്ര മാത്രം. കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് ഭംഗിയുണ്ടെന്ന് അറിഞ്ഞൂടാ, പക്ഷെ അത് നേരിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. താഴെ പുഴ ഒഴുകുന്നു, സൈഡിൽ പാലം, അതിൻ്റെ സൈഡിലായിട്ട് വിമാനം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു ആ വിഷ്വൽ. അങ്ങനെ നമ്മൾ നമ്മുടെ കസ്റ്റമറുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് കസ്റ്റമറുടെ വീട്. ഇവിടെ നമുക്ക് കുറച്ച് ഐറ്റംസ് ബൾക്ക് ഓർഡറാണ്. എല്ലാം നമുക്ക് ഓരോന്നായി അകത്ത് കൊണ്ടുവച്ച് ഓരോന്ന് അസംബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് ഭായിമാർ താഴെ ഇറക്കി, വണ്ടിയിൽ നിന്നും താഴെ ഇറക്കി വെച്ച് ഓപ്പൺ ചെയ്ത് സേഫായി അകത്തേക്ക് വെക്കാനുള്ള പരിപാടികളാണ് ഇനി ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിലൊരു നല്ല ഹെവി വെയിറ്റ് ആയിട്ടൊരു ഐറ്റം ഉണ്ട്. അത് സ്റ്റെയർ കേസ് വഴി മുകളിലോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റെയർ കേസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. കുറച്ച് കഴിഞ്ഞാൽ അത് വളരെ ചെറുതായൊരു റൗണ്ട് ഷേപ്പ് സ്റ്റെയർ കേസ് ആയിരുന്നു. അതുവഴി ഞങ്ങൾക്കത് മേലോട്ട് എത്തിക്കാൻ ഞങ്ങൾ ഒരുപാട് പണിപ്പെട്ട്. അത് എങ്ങനെ നോക്കിയാലും തിരിഞ്ഞ് കിട്ടത്തില്ല. ഞങ്ങൾക്ക് കൂടുതൽ ബലം കൊടുക്കാൻ പറ്റത്തില്ല, കാരണം അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് അങ്ങോട്ട് എത്തിച്ചതെന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞങ്ങൾക്കത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല, കാരണം 3 പേര് പിടിച്ചാൽ തന്നെ പറ്റാത്തൊരു ഐറ്റം ആയതുകൊണ്ട് അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് നിങ്ങൾക്കത് കാണാം. അതിൻ്റെ മറ്റൊരു ഐറ്റം താഴെ വെക്കാനുണ്ട്. ഒരൈറ്റം മുകളിലും ഒരൈറ്റം താഴെയാണ്. അതിൽ താഴെ വെക്കുന്ന ഐറ്റം നിങ്ങൾക്ക് കാണാം കുറച്ച് കഴിഞ്ഞാൽ. അതേ ഐറ്റം തന്നെ മുകളിലോട്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. നല്ല വെയിറ്റുള്ള ഐറ്റം ആയിരുന്നു അത്. ഇപ്പം ഞങ്ങൾ ഓരോന്നും ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് ഓപ്പൺ ചെയ്ത് എല്ലാം കാര്യങ്ങളും സെറ്റാക്കി അകത്തോട്ട് കൊണ്ടുവെക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ലാസ്റ്റ് അസംബിൾ ചെയ്യാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ആദ്യം ചെറിയ ഐറ്റംസ് എല്ലാം കൊണ്ടുപോയി അസംബിൾ ചെയ്ത് അവർക്ക് എല്ലാ സ്ഥലത്തും റൂമിലോട്ട് വെച്ച് കൊടുത്ത് പിന്നെ ലാസ്റ്റായിട്ട് ബെഡ് അസംബിൾ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബെഡ് ഞങ്ങൾ ലാസ്റ്റ് എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഐറ്റംസ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കി അകത്തോട്ട് കൊണ്ടുവച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പരിപാടി. ഈ കസ്റ്റമർ ഓർഡർ ചെയ്തേക്കുന്ന ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഡെലിവറി ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ബെഡ് കാണുന്നത്. എൻ്റെ കൂടെയുള്ള ഒരു ഭായിയും 1-2 വർഷത്തോളമായിട്ട് ഇവിടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണ്. അവനും ആദ്യമായിട്ടാണ് ബെഡ് അസംബിൾ ചെയ്യാൻ വരുന്നത്. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ ഒരു കസ്റ്റമർ ആ ഒരു ബെഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾ ഡെലിവറി ചെയ്തിട്ടും ഞങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുമില്ല. അതൊരു ഹൈറ്റ് കുറഞ്ഞൊരു ബെഡായിരുന്നു. നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ കാണാൻ പറ്റും. തീരെ ഹൈറ്റ് ഇല്ലാത്തൊരു ബെഡായിരുന്നു. നല്ലതാണത്, കൊച്ചുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ നല്ലതാണ്. ധൈര്യമായിട്ട് കൊച്ചുങ്ങളതിൽ കടത്തിയിട്ട് പോകാൻ പറ്റും. താഴെ വീഴുന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മുടെ ഒരു ചെറിയൊരു ഹൈറ്റ് ഉണ്ടാകത്തുള്ളൂ. നമ്മൾ കാലിൻ്റെ ഞെരിയാണിക്ക് തൊട്ട് മുകളിലൊക്കെ ഹൈറ്റ് വരത്തുള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലിടുന്ന മാട്രസിനനുസരിച്ചിരിക്കും അതിൻ്റെ ഹൈറ്റ്. എങ്ങനെ പോയാലും നമുക്ക് മുട്ടിന് താഴെ അതിൻ്റെ ഹൈറ്റ് വരത്തുള്ളൂ. അതുകൊണ്ട് കൊച്ചുങ്ങളൊക്കെ സുഖമായിട്ട് അതിൽ കടത്തി ധൈര്യമായിട്ട് അമ്മമാർക്കൊക്കെ അടുക്കളയിലൊക്കെ പോയി ജോലി ചെയ്യാം. കൊച്ചുങ്ങൾ ഉരുണ്ട് വീഴുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ആ ബെഡ് ഇതിലുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഞങ്ങളത് ലാസ്റ്റ് അസംബിൾ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ മുന്നേ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അകത്തോട്ട് വെക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കണ്ടില്ലേ, കോണി ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത്. ഇത് ഞങ്ങൾ ആ റിസ്ക് പിടിച്ച പരിപാടി കഴിഞ്ഞ് അതിൻ്റെ കാട്ടം തിരിച്ച് താഴേക്ക് കൊണ്ടുപോവാണ്. ഈ ഒരു കോണി കയറ്റി കൊണ്ടുപോകാൻ ഞങ്ങൾ പെട്ട പാട് ചില്ലറൊന്നും അല്ലായിരുന്നു.
പക്ഷേ ഞങ്ങൾക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്കത് 3 പേര് പിടിച്ചാൽ തന്നെ പറ്റാത്ത സാധനം ആയതുകൊണ്ട് ഞങ്ങൾക്കത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് അവർ ചായ കൊണ്ടുവന്നത്. ചായയും കേക്കൊക്കെ തന്ന് നല്ല കസ്റ്റമറായിരുന്നു. അടുത്ത കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ബെഡ് അകത്തോട്ട് വെക്കുന്ന പരിപാടിയാണ്. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ബെഡ്. ഇതെല്ലാം 3-4 പീസായിട്ടാണ് വന്നേക്കുന്നത്. ഇതിനി അസംബിൾ ചെയ്യേണ്ട പരിപാടിയാണ് ഇനി അടുത്തത്. അപ്പോൾ നമുക്കിതിൻ്റെ അസംബ്ലിയിലോട്ട് പോവാം. ബാക്കി ഡീറ്റെയിൽസ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ദേ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് അതിൻ്റെ ഹെഡ് ഭാഗം. അതിനെല്ലാം ഓരോ പീസായിട്ടാണ് വരുന്നത്. നമ്മളത് അസംബിൾ ചെയ്തെടുത്തിട്ട് വേണം. ഇതിപ്പോൾ അതിൻ്റെ ഹെഡാണ്. അപ്പോൾ കസ്റ്റമറോട് ഏത് ഭാഗമാണ് നിങ്ങൾ തലവെക്കുന്ന ഏത് ഭാഗമാണെന്നൊക്കെ ചോദിച്ചറിഞ്ഞ് അവിടെ ഹെഡ് ഭാഗം വെച്ച് പിന്നെ 2 സൈഡ് പിടിപ്പിച്ച് അതിൻ്റെ ലെഗ് പിടിപ്പിച്ച് ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്കത് ഫിനിഷ് ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാണാൻ പറ്റും. അതിൻ്റെ ഹൈറ്റ് എത്ര ഉണ്ടെന്നോ അതിൻ്റെ മോഡൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ലാസ്റ്റ് അതിൻ്റെ മുകളിൽ കസ്റ്റമർ 2 മാട്രസ് കൊണ്ടുവെക്കാൻ പറഞ്ഞ്, അതുകൊണ്ട് അതിൻ്റെ ആ ഒരു റിയൽ ഭംഗി ആസ്വദിക്കാൻ പറ്റിയില്ല. ഒരു മാട്രസ് അതിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു മാട്രസ് കൂടെ കയറ്റിയിട്ട് അവരെ അപ്പുറത്തെ റൂമിലോട്ടുള്ള ബെഡ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ തൽക്കാലം ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞ്, അതുകൊണ്ട് 2ഉം വെച്ചതിന് ശേഷമാണ് എനിക്ക് കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പോൾ അത്ര വലിയ ഭംഗിയായി തോന്നിയില്ല. ഒരൊറ്റ മാട്രസ് ആ ബെഡിൻ്റെ മുകളിൽ വെച്ചൊക്കെ ആയിരുന്നെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷെ അവർ 2 മാട്രസ് വെക്കാൻ പറഞ്ഞു. അതുകൊണ്ട് അതിന് ശേഷമേ വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ, ലാസ്റ്റ് വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. എല്ലാം ഓരോ പീസായിട്ട് വന്നതാണ്. ലെഗും ഹെഡും സൈഡും എല്ലാം പീസാണ്. ഞങ്ങളിപ്പോൾ അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഐറ്റം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നതെന്ന് പറഞ്ഞല്ലോ. ഞങ്ങളുടെ കമ്പനി സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. പക്ഷേ ഞങ്ങളിവിടെ കേരളത്തിൽ ഫസ്റ്റ് ആയിട്ടാണ് ഈ കസ്റ്റമർ. ഫസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അവൻ ഒരു ബായി 2 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ 1 വർഷം കഴിഞ്ഞ്. ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല ഈ ഒരു ടൈപ്പ്. ഞങ്ങൾ ഡെലിവറി ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ചില പല ഭാഗങ്ങൾ പീസുള്ള എവിടേക്കാന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ നോക്കി ക്ലിയറാക്കി നല്ല രീതിയിൽ തന്നെ അസംബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റി. അതിനൊന്നും ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഫസ്റ്റ് ചെറിയൊരു ഡൗട്ടൊക്കെ വന്നു, എങ്കിലും അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത്. ഇതിപ്പോൾ ആ ബെഡിൻ്റെ അവസാനം മിനുക്ക് പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ മുകളിൽ ഫ്ലൈയും വെച്ച് ആ ബെഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഹൈറ്റ് കാണാൻ പറ്റും, എത്ര ചെറുതാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ധൈര്യമായിട്ട് കൊച്ചുങ്ങൾ അതിൻ്റെ മുകളിൽ കടത്താം. താഴോട്ട് ഉരുണ്ട് വീഴുന്നുള്ള പേടിയൊന്നും വേണ്ട. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ ഞങ്ങൾ കൊണ്ടുവച്ച മേശയുണ്ട്. അതിൻ്റെ പിടുത്തമെല്ലാം ഗ്രിപ്പെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേശ ഒന്നും അല്ല കേട്ടോ, ഓൺലൈനിൽ അതിൻ്റെ യഥാർത്ഥ പേര് വരുന്നത്. അതിൻ്റെ യഥാർത്ഥ പേര് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിലും കൊടുക്കാം. താഴെ ലിങ്കും അതിൻ്റെ ഇതെല്ലാം കൊടുക്കാം. അത് നോക്കി നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും കൊടുക്കാം. നോക്കി നിങ്ങൾക്ക് ആ ലിങ്ക് കയറി ഓർഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ ആ മേശയെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗ്രിപ്പെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ പ്രോഡക്റ്റ് വരുമ്പോൾ ഇതുപോലെ അസംബ്ലിഡ് ആയ പ്രോഡക്റ്റ് വരുമ്പോൾ അതിൻ്റെ ഗ്രിപ്പെല്ലാം അകത്തോട്ടാണ് ഫിറ്റ് ചെയ്ത് വരുന്നത്. ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയാണത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് നമ്മൾ തിരിച്ച് വെച്ച് കൊടുക്കണം. ഈ ഒരു ഐറ്റം കണ്ടോ, മലപ്പുറം പാലക്കാട് ഭാഗങ്ങളിലൊക്കെ ഇതിന് മഞ്ചായ എന്നൊക്കെ പറയുമായിരുന്നു പണ്ടത്തെ മോഡൽ. ഇപ്പം ന്യൂ ജനറേഷൻ പേരൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ താഴെ കൊടുക്കാം, അതിൻ്റെ വിലയും ഞാൻ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് കയറി ഓർഡർ ചെയ്യാവുന്നതാണ്. പണ്ടത്തെ മഞ്ചയാണിത്. ഇപ്പോൾ ഇതിൻ്റെ പേര് വേറെ ഒന്നാണ് കേട്ടോ. രണ്ട് മാട്രസ് കയറ്റി വെച്ചിട്ട് ആ ബെഡിൻ്റെ മൊഞ്ച് അങ്ങോട്ട് കളഞ്ഞ്. ഇതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ കാര്യം. ഈ ഒരു ഐറ്റം കണ്ടോ, ഈ ഒരു ഐറ്റത്തിൻ്റെ തുണയാണ് ഞങ്ങൾ മുകളിൽ കൊണ്ടുവച്ചത്. 1.5 വെയിറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ അപ്പുറം ഒരു 4-5 പേർക്ക് പിടിക്കാവുന്ന സാധനമായിരുന്നു. ഞങ്ങൾ 3 പേര് കഷ്ടിച്ച് അതിൻ്റെ മുകളിലോട്ട് എത്തിച്ചു. അത് എങ്ങനെയെന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമം നല്ലപോലെ ഉണ്ടായിരുന്നു. കസ്റ്റമറോട് ഓൾറെഡി ഞങ്ങൾ പറഞ്ഞായിരുന്നു. കസ്റ്റമർ പറഞ്ഞ വീഡിയോ എടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ്. പക്ഷേ ഞങ്ങൾ ആദ്യം ചെയ്തില്ല, ഞങ്ങൾക്ക് പറ്റിയില്ല. കാരണം ഞങ്ങൾക്കത് ഒരാൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ 2 പേരെ കൊണ്ട് താങ്ങി എത്തത്തില്ല, അത്രയും വെയിറ്റ് ആയിരുന്നു അത്. അതുകൊണ്ട് മുകളിൽ ഒരാൾ കയറി പിടിച്ച് താഴ്ന്ന് 2 ആൾ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഞങ്ങളത് അങ്ങോട്ട് എത്തിച്ചേ. ഇതേപോലത്തെ ഒരു ഐറ്റമാണ്. അവർക്ക് മുകളിലെ റൂമിലൊന്നും താഴത്തെ റൂമിലൊന്നുമാണ് അവർ ഓർഡർ ചെയ്തേക്കുന്നത്. ഇത് താഴത്തോട്ടുള്ളതാണ്. ഇത് പിന്നെ ഞങ്ങൾക്ക് പുഷ് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നീക്കി കൊണ്ടാവുന്നതാണ്. മുകളിലോട്ട് എത്തിക്കാനുള്ളതാണ് ഞങ്ങൾ കുറച്ച് പണിപ്പെട്ടത്. ഇതിൻ്റെയൊക്കെ പേര് പെട്ടെന്ന് പറഞ്ഞതിൻ്റെ വാലൊതുങ്ങത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്ത കേട്ടോ. ഇതിൻ്റെയൊക്കെ പേര് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ പേരും വിലയും അതിൻ്റെ ലിങ്ക് എല്ലാം താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് കയറി ഓർഡർ ചെയ്യാവുന്നതാണ്.
അതുകൂടാതെ വീഡിയോക്ക് അവസാനം ഞാൻ എല്ലാത്തിൻ്റെയും ഫോട്ടോ നല്ല രീതിയിൽ കൊടുക്കാം. അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോയുടെ അവസാനം ഇന്ന് ഡെലിവറി ചെയ്ത എല്ലാ പ്രൊഡക്റ്റുകളുടെയും ഫോട്ടോ കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് നമ്മുടെ കസ്റ്റമറോടും വീടിനോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മുടെ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് അങ്ങനെ MDF പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കലാണ്. ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഡെലിവറി എല്ലാം കഴിഞ്ഞ് 3 മണിയായി സമയം, 3-3:30 ആയി സമയം. ഇനി ഞങ്ങൾ ഫുഡ് നോക്കി പോവുകയാണ്. നല്ലൊരു ഹോട്ടൽ, ചെറിയൊരു ഹോട്ടൽ കണ്ടു കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണം. അതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. അങ്ങനെ ഞങ്ങൾ തപ്പി ഒരു ഹോട്ടലിലോട്ട് എത്തിയിട്ടുണ്ട്. ആ ഹോട്ടലിൻ്റെ ബോർഡാണ് നിങ്ങൾ കാണുന്നത്. അകത്തോട്ട് കയറി നല്ല ഉഷാറിൽ സലാഡും കാര്യങ്ങളൊക്കെ ആദ്യം കൊണ്ടുവച്ച് തന്നു. പക്ഷെ ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് പറ്റിയില്ല. ബിരിയാണി അത്ര അങ്ങോട്ട് സുഖം പോരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര അങ്ങ് ഇഷ്ടമായില്ല. 140 രൂപയായിരുന്നു ഇവിടുത്തെ ബിരിയാണിക്ക് റേറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കഴിച്ച ബിരിയാണിയുടെ പകുതി പോലും ടേസ്റ്റ് ഇതിനില്ലായിരുന്നു. ചിക്കൻ ഫ്രൈ ചെയ്തൊക്കെ നല്ലതായിരുന്നു. ഒരു മുട്ട ഉണ്ടായിരുന്നു, 2 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു, അതൊക്കെ നന്നായിരുന്നു. പക്ഷേ ബിരിയാണി റൈസ് വലിയ റൈസ് ആയതുകൊണ്ടോ എന്താ അറിഞ്ഞൂടാ, മസാല ഒന്നും ടേസ്റ്റ് ഇല്ല. അവന്മാർക്കും ഇഷ്ടമായില്ല, എനിക്കും അത്ര അങ്ങ് ഇഷ്ടമായില്ല. 140 രൂപ വെറുതെ കൊടുത്ത്, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കൂടുതലൊന്നും അത് വിശപ്പുകൊണ്ട് ഞങ്ങൾ കഴിച്ചു, അത്രമാത്രം. ഫ്രൈ ചെയ്തത് കൊണ്ട് എന്താണെന്ന് അറിഞ്ഞൂടാ, പീസെല്ലാം കുറച്ച് ഹാർഡായിരുന്നു. എങ്കിലും പീസ് കുഴപ്പമുണ്ടായിരുന്നില്ല, ചിക്കൻ പീസ് കുഴപ്പമുണ്ടായിരുന്നില്ല. ബിരിയാണി റൈസും ആ മസാല അത്ര അങ്ങ് പോരായിരുന്നു. നാവിന് ഇഷ്ടപ്പെടാത്ത ബിരിയാണിയും കഴിച്ച് മനസ്സ് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ച ഇവൻ കാഴ്ച വെച്ചത്. ഫോർക്ക് ഉപയോഗിച്ച് ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. ഇവനോടൊക്കെ കൂടുതൽ എന്താ പറയല്ലേ. അപ്പോൾ എല്ലാവരോടും മറ്റൊരു വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു.